ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നൊരു വിഷു വ്ളോഗാണ് കേട്ടോ. അപ്പം നാളെയാണ് വിഷു, ഇന്ന് വിഷുവിൻ്റെ തലേന്നാണ്. അപ്പം നമ്മൾ ഈ പ്രാവശ്യം വീട്ടിലല്ല കേട്ടോ വിഷു ആഘോഷിക്കുന്നത്. ഇന്ന് നമ്മൾ ശ്രേയണയുടെ വീട്ടിലാണ് ആഘോഷിക്കുന്നത്. അപ്പം നമ്മൾ ശ്രേയണയുടെ വീട്ടിലേക്കാണ് പോണത്. അപ്പം ഞാൻ തലേന്ന് തന്നെ ശ്രേയണയുടെ വീട്ടിലേക്ക് പോണതാണ്. അപ്പോൾ അവിടെ വാച്ചിയും എല്ലാവരും ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ അച്ഛനും അമ്മയും നാളെ ചോറ്റാനിക്കര പോകും. അപ്പോൾ അവർ ചോറ്റാനിക്കര അമ്പലത്തിലൊക്കെ പോയി എല്ലാം കഴിഞ്ഞിട്ടൊക്കെയാണ് വരുള്ളൂ. അപ്പോൾ ഈ പ്രാവശ്യത്തെ വിഷു അവിടെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ റെഡിയായി. ഞാൻ കുളി കഴിഞ്ഞ് ജസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് കണ്ണെഴുതി കുറച്ച് ലിപ്സ്റ്റിക് ഇട്ട്, മുടി പോലും ഒന്നും ചെയ്തിട്ടില്ല, മുടി ഉണങ്ങിയിട്ടില്ല കുളി കഴിഞ്ഞിട്ട്. അപ്പോൾ ശ്രേയണ ഇപ്പോൾ വരും, ഞങ്ങൾ പിക്ക് ചെയ്യാൻ വരും. അപ്പോൾ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ വിഷുചന്തയ്ക്ക് പോകണം. അവിടെ അമ്പലത്തിൽ ഉത്സവമൊക്കെയാണ്. അപ്പോൾ അമ്പലത്തിൽ പോകണം, വിഷുചന്തയ്ക്ക് പോകണം, പിന്നെ പടക്കം വാങ്ങാൻ പോകണം, പിന്നെ കണി ഒടിക്കാനുള്ള സാധനങ്ങൾ വാങ്ങാൻ പോകണം, പിന്നെ കണി വെക്കണം, പടക്കം പൊട്ടിക്കണം, കണി കാണണം, അമ്പലത്തിൽ പോകണം. ഇതൊക്കെയാണ് ഈ വ്ളോഗിൽ ഉണ്ടാവാട്ടോ. ഗൈസ് ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. ഹായ്. പോകുന്ന വഴിക്ക് നമ്മൾ കണിക്കൊന്ന വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ ചേട്ടൻ്റെ കയ്യിൽ നിന്നല്ല, നമ്മൾ കുറച്ച് പിള്ളേരുടെ കയ്യിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. പറിച്ചിട്ട് വേണം ഒരു കമ്പ് ഞങ്ങൾക്ക് തരോ പിള്ളേരെ? തരുവോ കണിക്കൊന്ന? ഇതെവിടെ കിട്ടി? എവിടെന്നാ പറിച്ചേന്ന്? ഇന്ന് തുടങ്ങിയുള്ളൂന്നല്ലേ അങ്ങനെ കിട്ടിയിരിക്കുന്നു. നമ്മൾ പിള്ളേരെ ഓടിച്ചിട്ട് കണിക്കൊന്ന ഒന്ന് മക്കളെ ബാഗിലേക്ക് വെച്ചേക്കാം. എങ്ങനെയെങ്കിലും നല്ല കൊന്ന, നല്ല കൊന്ന. ഇവന്മാരുടെ എവിടെ നിന്ന് കിട്ടിയെന്ന് മരത്തിരുന്ന് നല്ല കേട്ടോ. ശ്രേയപ്പൻ്റെ കല്യാണമാണല്ലോ. അപ്പോൾ അച്ഛൻ ഇതുവരെയായിട്ടും ഷർട്ടും കുർത്തിയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം ഒരു കുർത്തി അല്ലെങ്കിൽ ഷർട്ട് എടുക്കാനായിട്ട് നമ്മളൊരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ കുർത്തിയാണ് നോക്കുന്നത്. അപ്പോൾ കുർത്തയിൽ കുറച്ച് ഇഷ്ടപ്പെട്ടത് നോക്കി കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ട്രയൽ ചെയ്യാൻ കയറി. പക്ഷേ കുർത്ത അത്രയ്ക്ക് നല്ലതായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഷർട്ടാണ് എടുത്തത്. പിന്നെ അപ്പോൾ കുർത്തി ഇട്ടിട്ട് അത്രയ്ക്ക് നല്ലതായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഷർട്ടാണ് നോക്കിയത്. ഷർട്ട് ഞാൻ എന്തായാലും ശ്രേയണയുടെ കല്യാണത്തിന് കാണിച്ചു തരാം. അച്ഛൻ എന്തൊക്കെയാണ് എടുത്തതെന്നൊക്കെ ഉള്ളത്, പിന്നെ ഞാൻ എന്തൊക്കെയാണ് എടുത്തതെന്നെല്ലാം ഞാൻ ശ്രേയണയുടെ കല്യാണത്തിന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഷർട്ടാണ് വാങ്ങിച്ചത്. പിന്നെ വാച്ചിക്ക് ഒരു സാരിയും മാമന് ഷർട്ടും മുണ്ടും എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഈ ഒരു സാരി അടിപൊളിയായിട്ടില്ല. എനിക്ക് റെഡിനോട് എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് ഇതാണ് ഇഷ്ടമായത്. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് തിരിച്ച് വാച്ചിൻ്റെ വീട്ടിലേക്ക് പോണ വഴിക്കുള്ള കാഴ്ചയാണ് ഇത്. ഒരു അടിപൊളി ഒരു വൈബായിരുന്നു. ഒരു ഉത്സവം, വിഷു, അങ്ങനെ അടിപൊളിയായിരുന്നു കേട്ടോ അന്നത്തെ ദിവസം. ഹായ്, ഒരു ഹായ് തരോ? ഹായ് ഹായ്. മാണ്ടക്കെട്ടും കൊണ്ട് നിങ്ങൾ എങ്ങോട്ടാ? ബൈ ബൈ. ഡോറയുടെ പ്രയാണം. ഹായ്, ഒരു ചുള്ള നിക്കുന്നു. കല്യാണക്കോടി എങ്ങനെയുണ്ട്? സൂര്യ, താങ്ക് യു. പിന്നെ എങ്ങോട്ട് തേങ്ങ വശിക്കും. ഞങ്ങൾ പെണ്ണ് മാറിപ്പോ. എങ്ങനെയുണ്ട്? മെറൂണല്ല, മുന്തിരി കളറാണ്. എങ്ങനെയുണ്ട് പറഞ്ഞാ? ഇട്ട് നോക്കോ? വാച്ചിയുടെ സ്പെഷ്യൽ അട. എനിക്കാദ്യം സൂപ്പർ. പ്ലേറ്റിൽ എന്തൊക്കെയാ നോക്കി. ഗൈസ്, ഞങ്ങൾ വിഷുചന്തയ്ക്ക് പോണേണ് ഗൈസ്. ആരൊക്കെയുണ്ട്? ഇല്ല, വിളിച്ചില്ലല്ലേ? ഇവിടെയാണ് വിളിച്ചത്.
നമ്മളപ്പോൾ ചേന്ദമംഗലത്തുള്ള പാലിയം ശിവക്ഷേത്രത്തിലാണ് വന്നിരിക്കുന്നത്. ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. ഇത് വന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഈ അമ്പലം. എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി, നല്ലൊരു സമാധാനം ഫീൽ ചെയ്യുന്ന ഒരു അമ്പലമാണ് കേട്ടോ. ഏതമ്പലത്തിലും നമുക്ക് അതേപോലെ തന്നെ ആയിരിക്കും, നല്ല സമാധാനം, നല്ല പോസിറ്റീവ് എനർജി ഒക്കെ ആയിരിക്കും. പക്ഷെ എനിക്ക് ഇവിടെ വന്നപ്പോൾ എന്തോ ഒരു സ്പെഷ്യലായിട്ട് എന്തോ പോലെ തോന്നിയായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ അത്രയ്ക്ക് അടിപൊളിയാണ് കേട്ടോ ഈ അമ്പലം. നല്ല രസമുള്ള, നല്ലൊരു കാമായിട്ടുള്ളൊരു അമ്പലമാണേ. എന്തെങ്കിലും പാത്രം ഉണ്ടോ നമുക്ക്? വാച്ചി വാച്ചി മാമ്പഴ പുളിശ്ശേരി. ആ ചന്ദ്ര, അതെ. 1.5 കിലോ ഇട്ടോ. ഇത് 2 പ്രിയൂരും ഒരു 3-4 ചന്ദ്രക്കാരും. 3-4 ഇത് എത്ര ഇതിനൊക്കെ? എനിക്ക് വേണോ? നാടൻ യശുവിന്റെയാണ് കൊല്ലം. ഇതൊക്കെയാണ് മേടിച്ച് കഴിക്കണ്ടുള്ളത്. വെറൈറ്റി സാധനം. നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ. കാടമുട്ട, ഐസ്ക്രീം എന്നെ മാറ്റി വിളിക്കുന്നുണ്ട്. ഐസ്ക്രീം ആണല്ലോ ഭഗവാനെ, എനിക്കിത് കണ്ട് ജീവിക്കണ്ട. മൊത്തം ഐസ്ക്രീമാ. എന്തിനു മനുഷ്യനിങ്ങനെ ജീവിക്കണേ? അച്ഛൻ പറയൂ, എന്തിനാണ് മനുഷ്യനിങ്ങനെ ഐസ്ക്രീം? ഇതിന് ഐസ്ക്രീം ഇഷ്ടമാണോ? ഹായ്. അയ്യോ, കൈ മാറിപ്പോയാ. ഞാനിങ്ങനെ കാണിച്ചോളാം. ഇനി അടുത്തത് നീ ഇങ്ങനെ കാണിക്കൂ, ഇങ്ങനെ കാണിക്കൂ. കാണിക്കടാ. ആരാ? ആന. എവിടെ? എന്റെ ബാക്കില്. ആന എവിടെ? എടുത്തോ ലോട്ടറി, എടുത്തോ. സന്തോഷായില്ലേ? ആ ബാഗിൽ പോലീസിനെനിക്ക് ഇഷ്ടമല്ല. എനിക്കതും മതി. എന്താണ് വാങ്ങിച്ചോ? ഈ പെണ്ണ എഴുതാൻ പറ്റില്ല നമുക്ക്. ഇത് വേണോ നമുക്ക്? എന്തിനാണത്? ഓടിച്ചു പിടിക്കാൻ. നമ്മുടെ പൂക്കി ഇതുവഴി പോയിട്ട് അതുവഴി വരാം. വാച്ചിക്ക് വേണ്ടി വാങ്ങിച്ചാണോ മാമ? സ്നേഹ ട്രൂ ലവ് ആണോ? അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. മണി 10 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. ഇനി ലേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് പച്ചക്കറിയും ഫ്രൂട്ട്സ് ഒന്നും കിട്ടത്തില്ല, നമുക്ക് കണി വെക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് 10 മണി ആയപ്പോഴേക്കും ഇറങ്ങി. അതിന് ശേഷം നമ്മൾ പടക്കമൊക്കെ വാങ്ങാൻ കയറിട്ടോ. പടക്കവും വാങ്ങണം, ഇനി പച്ചക്കറിയും ഫ്രൂട്ട്സൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ അവിടെ കുറേ വെറൈറ്റി പടക്കങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. ഈ മയിൽപ്പീലി പോലത്തെ പടക്കം, പിന്നെ പല കളേഴ്സുള്ള, അങ്ങനെ അടിപൊളി കുറേ പടക്കങ്ങളുണ്ടായി. ഞങ്ങൾ കുറേയൊക്കെ വാങ്ങിച്ചു കേട്ടോ, കുറേ വാങ്ങിച്ചായിരുന്നു. നമ്മൾ സമ്മതിക്കില്ല വിഷുചന്തയിൽ ഇറങ്ങി പച്ചക്കറിയും ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചു, പടക്കം വാങ്ങിച്ചു. പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോണേണ്. അപ്പോൾ വിശന്നപ്പോൾ ഫുഡ് കഴിക്കാൻ കയറിക്കേണ്ടി. ദിസ് ഈസ് ദ ഹോട്ടൽ ഗൈസ്. അയ്യോ, ഗൈസ് നമ്മളങ്ങനെ വീടെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് കണി വെക്കാം കേട്ടോ. അപ്പോൾ കണി ഒരുക്കുന്ന വീഡിയോ ഞാൻ അധികം എടുത്തില്ല കേട്ടോ, ഇനി ഒട്ടും സമയമില്ല നമുക്ക്. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് കണി ഒരുക്കുമായിരുന്നു. ഇനി നമുക്ക് പിറ്റേ ദിവസം രാവിലെ കാണാം ഗൈസ്.
ഹാപ്പി വിഷു. ഓടിപ്പോയി. അടുത്ത പ്രാവശ്യം കണ്ടല്ലേ ക്യാമറ എവിടെയാ വെച്ചേ? കത്തിക്കേണ്ടത് ഓനാപ്പി. ഇതെന്ത് ക്യാമറ ലൈറ്റ് വരുമോ? ഫ്ലാഷ് ഇത് എന്നാലും മറ്റേതായിരുന്നു കോമഡി. ഹായ് മാമ. ഹായ്. ഇല്ല എന്താണിത് പത്താത്തെ? മറ്റേ പരിപാടി എനിക്കത് പഠിക്കണം. പേടിയാണ് ഡാറ്റിക്ക് പേടിയാണ്. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഞങ്ങൾ പടക്കം പൊട്ടിച്ച് കഴിഞ്ഞു. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇനി ഞങ്ങള് കുളിച്ച് പല്ലേച്ച് പല്ലേച്ച് അമ്പലത്തിൽ പോകാൻ പോണേണ് ഗൈസ്. നമ്മൾ അമ്പലത്തിൽ തൊഴുത് കഴിഞ്ഞു. ആർക്ക്? സുന്ദരി. ആ സുന്ദരി. അടുത്ത സുന്ദരിയോടെ ഹായ് എടുക്കടാ ദേവാ. വെളിച്ചം പറഞ്ഞ പോലെ എങ്ങോട്ടാ? സാരിയൊക്കെ അതേ ഉച്ചയായി ഉരുക്കിട്ട് ഞങ്ങൾ വന്നിട്ട് കേറി കിടന്ന് ഉറങ്ങി. ഹായ് അച്ചു. ഹാപ്പി വിഷു. ഹാപ്പി ഗൈസ്. ഞങ്ങൾക്ക് രാവിലെ എണീക്കാനുള്ള കഴിവില്ല ഗൈസ്. രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ ഉച്ചക്ക് ഉറങ്ങും. ഉച്ചക്ക് ഉറങ്ങിപ്പോയി. ഉച്ചക്ക് എഴുന്നേറ്റ് ഞങ്ങൾ രാത്രി വൈകി ഉറങ്ങും. പക്ഷെ ഇപ്പൊ ഞങ്ങൾ ആകെ 2 മണിക്കൂർ ഉറങ്ങി. അതുകൊണ്ടാന്ന് തോന്നുന്നു. അതുകൊണ്ട് വാച്ചിയാണ് എല്ലാ കറി ഉണ്ടാക്കിയത് ഗൈസ്. ഇനി നമുക്ക് പായസം കൂടി ഉണ്ടാക്കാനുണ്ട്. നമുക്ക് പായസം ഉണ്ടാക്കാം. ഓക്കെ.
അങ്ങനെ നമ്മൾ സദ്യ ഉണ്ണാൻ പോണേണ്. ഞാൻ കുറേ നാളത്തെ ഡയറ്റിന് ശേഷം കേട്ടോ ഇതേപോലെ ഭയങ്കര വിഭവ സമൃദ്ധമായ സദ്യ ഉണ്ണാൻ പോണത്. വാച്ചിയാണ് എല്ലാ കറികളും ഉണ്ടാക്കിയത്. പാവം 6 മണിക്ക് എണീറ്റിരുന്ന് ഈ ഉച്ച വരെ 1 മണിയായപ്പോഴേക്കും കറക്റ്റ് കറികളൊക്കെ ഉണ്ടാക്കി തീർന്നു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് പായസം ഉണ്ടാക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അടിപൊളിയായിരുന്നു കേട്ടോ, ഒന്നും പറയുന്നില്ല. എല്ലാ കറികളും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. വാച്ചിയുടെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് മാമ്പഴപ്പുളിശ്ശേരിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വിഷുച്ചന്തയിൽ പോയപ്പോൾ നമ്മൾ വാങ്ങിച്ച മാങ്ങ കൊണ്ടാണ് ഈ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കിയേക്കണത്. അപ്പോൾ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടായിരുന്നു, സ്റ്റൂ ഉണ്ടായിരുന്നു, സാമ്പാർ ഉണ്ടായിരുന്നു, പരിപ്പ് കറി ഉണ്ടായിരുന്നു, അവിയൽ ഉണ്ടായിരുന്നു, ഇഞ്ചിക്കറി ഉണ്ടായിരുന്നു, പിന്നെ ഒരു തോരൻ ഉണ്ടായിരുന്നു, പിന്നെ ഒരു മെഴുക്ക് വരട്ടി അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. അതും കഴിച്ച് ഞങ്ങൾ കുറച്ചു നേരം കിടന്ന് ഉറങ്ങിപ്പോയേട്ടോ. അങ്ങനെ വൈകുന്നേരം എണീറ്റതേ നമ്മൾ കുളത്തിൽ പോണേ. നമുക്കുണ്ടല്ലോ കുളത്തിൽ പോവാട്ടോ. കുളത്തിൽ പോയേ ഒരു എസ്തെറ്റിക്. അപ്പൊ ഞാനെന്താ പൊട്ടനാ? ചേട്ടൻ ഡൈവ് ചെയ്യാവാണ്. എന്നാ ക്ലൈമറ്റ് ആണ്, അടിപൊളി. അപ്പം നമ്മൾ രാവിലെ പൊടിച്ച പടക്കത്തിൻ്റെ ബാക്കിയും കൂടി പൊടിച്ച് നമ്മുടെ വിഷു പരിപാടികളെ ഇവിടെ സമാപിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.